പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടല്ലോ. നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം. പരീക്ഷ എങ്ങനെയാണ്, എപ്പോഴാണ്, ഈ അവസ്ഥ എത്ര നാൾ തുടരുമെന്നറിയില്ല. എന്നാലും നിങ്ങൾക്ക് മുന്നിൽ ഒരു പരീക്ഷയുണ്ട്. അതിനെ നേരിടാനായി നിങ്ങൾ സ്വയം തയ്യാറാവണം. ഇപ്പോൾ നടന്ന പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എല്ലാവരും. പക്ഷേ നല്ല ആത്മാർത്ഥതയോടെ തന്നെ പരീക്ഷ എഴുതണം. എന്നാലേ നിങ്ങൾക്ക് പരീക്ഷ നേരിടാനായിട്ട് പറ്റുള്ളൂ. സ്കൂളുകളിൽ നടത്തിയിരുന്ന പരീക്ഷ നിങ്ങൾക്ക് അതിനുള്ള പ്രിപ്പറേഷനാണ്. അങ്ങനെ സ്കൂളുകളിൽ നടത്തുന്ന പരീക്ഷയാണ് എന്ന് കരുതി തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതണം. എങ്കിലേ നിങ്ങൾക്ക് ബോർഡ് എക്സാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അമ്മയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറയാം, അത് നിങ്ങളെ ശ്രദ്ധിക്കണം, നിങ്ങളെങ്ങനെയാണ് പരീക്ഷ എഴുതുന്നതെന്ന് നോക്കാനായിട്ട്. ഞങ്ങളിവിടെ സ്കൂളിലായിരിക്കുമ്പോൾ ടീച്ചർമാർ ശ്രദ്ധിച്ച് നടക്കുന്നുണ്ടാവില്ലേ? കോപ്പി അടിക്കുന്നുണ്ടോ, നോക്കി എഴുതുന്നുണ്ടോ, പറഞ്ഞെഴുതുന്നുണ്ടോ, എഴുതാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം അത്രയ്ക്കൊന്നും ശ്രദ്ധിക്കാൻ അവിടെ ആരും ഉണ്ടാവില്ല എന്ന് വരും. പക്ഷേ നിങ്ങൾ തന്നെ അതിനു വേണ്ടി തയ്യാറെടുക്കണം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉപപാഠം അമ്മയ്ക്ക്, അതിൽ നാടകാന്തം എന്ന് പറയുന്ന നാടകത്തിൻ്റെ അവസാനം എന്താണ് എന്നുള്ളത് അപ്പം നമുക്ക് നോക്കാം. എം ടിയുടെ ഓർമ്മകളാണ്, എം ടിയുടെ നാടകങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് നോക്കാം. നാടകാന്തം. അടുത്ത ഇടയ്ക്ക് 2 തവണ പാലക്കാട്ട് പോയി. പാലക്കാട് എന്താണ് വിശേഷം? അവിടെ വിക്ടോറിയ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് അല്ലേ? പാലക്കാടുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എം ടിക്ക്. കടന്നു പോകുമ്പോഴെല്ലാം മനസ്സിലെ പഴയ പാലക്കാടിൻ്റെ ചിത്രവുമായി നഗരത്തെ താരതമ്യപ്പെടുത്താറുണ്ട്. പുതിയ കെട്ടിടങ്ങൾ പലതും വന്നു, പുതിയ ഹോട്ടലുകൾ, വീതി കൂടിയ നിരത്തുകൾ. ചില പഴയ ഓർമ്മക്കുറിപ്പുകൾ അതേപടി അവശേഷിക്കുന്നു. കോളേജിൻ്റെ പുറത്തുള്ള പഴയ നന്ദകുമാർ ഹോസ്റ്റൽ അതേപടിയുണ്ട്. മുൻപ് 14 മുറിയുള്ള ഹോസ്റ്റലായിരുന്നു. കോളേജിൻ്റെ സ്വന്തം കെട്ടിടമല്ല, ജൂനിയർ വിദ്യാർത്ഥികൾക്കായി നീക്കിവെച്ചതായിരുന്നു. ആ മുറികളിലൊക്കെ ഇപ്പോൾ ഓഫീസുകളോ ഏജൻസികളോ പ്രവർത്തിക്കുന്നുവെന്ന് ബോർഡുകൾ പറയുന്നു. 3 വർഷം അതിലാണ് ഞാൻ താമസിച്ചത്. 4ാം വർഷമാണ് മെയിൻ ഹോസ്റ്റലിലേക്ക് പ്രവേശനം ലഭിച്ചത്. ഒലവക്കോട്ട് നിന്ന് വരുമ്പോൾ വടക്കന്തറ കൽപ്പാത്തി ജംഗ്ഷൻ കടന്നാൽ കോളേജ് ക്യാമ്പസ് കാണാവുന്ന സ്ഥലത്തെത്തിയാൽ വലതു ഭാഗത്തായിരുന്നു MB ട്യൂട്ടോറിയൽ കോളേജ്. വലിയ കോമ്പൗണ്ടിൽ ധാരാളം മുറികളുള്ള ഒരു പഴയ കെട്ടിടം. ഇപ്പോൾ അവിടെ മറ്റേതോ കെട്ടിടങ്ങളാണ്. കോളേജ് ജീവിതകാലത്തെ പറ്റി മുൻപ് അവിടെ ചിലതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, ചില കഥകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. 2 വർഷത്തെ ട്യൂട്ടോറിയൽ വാസം ആഹ്ലാദകരമായ ഒരനുഭവമായിരുന്നു. അവിടെ ട്യൂട്ടോറിയലിലും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എഴുതാൻ പലതും ബാക്കിയുണ്ട്. ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ 2 ഹൈസ്കൂളുകളിൽ മാസങ്ങൾ ലീവ് വേക്കൻസിയിൽ അൺട്രെയിൻഡ് അധ്യാപകനായി ജോലി ചെയ്തു. ലീവ് എടുക്കുന്നവർ തിരിച്ചു വരുമ്പോൾ പകരക്കാരന് ജോലിയില്ല. ഗസ്റ്റ് അധ്യാപകനായിട്ട് പോകുമ്പോൾ ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ പിന്നെ ജോലിയില്ലാതാവും. നാട്ടിലിരിക്കാൻ വയ്യ. ഒരു പത്രം കാണണമെങ്കിൽ പോസ്റ്റ് ഓഫീസ് വരെ നടക്കണം. പുസ്തകങ്ങൾ എടുക്കാൻ അക്കിത്തത്തിൻ്റെ മനക്കിലേക്ക് നടന്നു പോകും. അക്കിത്തത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ടീച്ചർ അവിടെ പോയിട്ടുണ്ട്. വള്ളത്തോൾ വിദ്യാപീഠത്തിൽ പോയ എടപ്പാള്, അവിടെ വള്ളത്തോൾ വിദ്യാപീഠത്തിൽ പോയ സമയത്ത് ഞങ്ങൾ അക്കിത്തത്തിൻ്റെ വീടുമായിട്ട് പോയി അവിടെ ഒരു പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ മനയുടെ കാര്യമാണ് പറയുന്നത്. ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ 2 ഹൈസ്കൂളുകളിൽ മാസങ്ങൾ ലീവ് വേക്കൻസിയിൽ അൺട്രെയിൻഡ് അധ്യാപകനായി ജോലി ചെയ്തു. ലീവ് എടുക്കുന്നവർ തിരിച്ചു വരുമ്പോൾ പകരക്കാരന് ജോലിയില്ല. നാട്ടിലിരിക്കാൻ വയ്യ. നാട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പത്രം കിട്ടണമെങ്കിൽ പോലും പോസ്റ്റ് ഓഫീസ് വരെ നടക്കണം. പുസ്തകങ്ങൾ എടുക്കാൻ അക്കിത്തത്തിൻ്റെ മനക്കിലേക്ക് നടന്നു പോകും. എവിടെയെങ്കിലും ഒരു ജോലി വേണം, എന്തു ജോലിയുമാകാം. പാലക്കാട്ട് മൂസദ് സഹോദരന്മാർ നടത്തുന്ന ട്യൂട്ടോറിയലിൽ ഒന്ന് ശ്രമിച്ചു നോക്കാൻ അക്കിത്തം ഉപദേശിച്ചു. ഒരു കത്തും തന്നു. പാലക്കാട്ടാണെങ്കിൽ നന്നായി, സുപരിചിതമായ നഗരം. ഹൈസ്കൂൾ ജോലി കിട്ടുന്നതിന് മുൻപ് പോക്കറ്റിൽ ഒരു കാശുമില്ലാതെ ആ നഗരത്തിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും പരിചയക്കാരൻ്റെ ലോഡ്ജ് മുറി പങ്കിടാം. ചായക്കടയിലും സർവത്ത് കടയിലും ഒക്കെ പരിചിത മുഖങ്ങളാണ്. കാശൊന്നുമില്ലാതെ നടക്കാൻ അതുകൊണ്ട് തന്നെ ധൈര്യം തോന്നിയ സ്ഥലമാണ് പാലക്കാട്. ട്യൂട്ടോറിയൽ വാസക്കാലത്താണ് നഗരത്തിൻ്റെ അതുവരെ കാണാത്ത പല മുഖങ്ങൾ കണ്ടത്. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വഴിയെ നടക്കും.
ചിലപ്പോൾ കൽപ്പാത്തിപ്പുഴയുടെ വക്കിലൂടെ, ചിലപ്പോൾ യാക്കരയിലേക്ക്, ചുണ്ണാമ്പുതറ, അരിക്കാരത്തെരുവ്, കമ്മാന്തറ, ജോലിയുടെ അടിസ്ഥാനത്തിൽ പണ്ട് വിഭജിച്ചു വെച്ചിരുന്ന സ്ഥലങ്ങൾ. മണപ്പുള്ളിക്കാവിൽ നിന്ന് കൽപ്പാത്തി വഴി ഒലവക്കോട്ടേക്ക് ടൗൺ ബസ് ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. മലമ്പുഴയിൽ അണക്കെട്ടിൻ്റെ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. കുതിരവണ്ടികളുടെ താളം, എപ്പോഴുമുള്ള തെരുവുകൾ, വലിയങ്ങാടി തുടങ്ങുന്നിടത്ത് എത്തിയാൽ ബീഡിയിലയുടെ ഗന്ധം, ആൾക്കൂട്ടം കടന്നു പോകുമ്പോൾ തമിഴ് ചുവയുള്ള മലയാളം, വാടിയ ജമന്തി പൂക്കളുടെ മണം. ചെറിയേട്ടൻ എന്ന് ഞങ്ങളെല്ലാം വിളിക്കുന്ന CK മൂസതാണ് പ്രിൻസിപ്പൽ. ഫിസിക്സിൽ ഓണേഴ്സ് ബിരുദധാരിയായ അദ്ദേഹം ഫിസിക്സും ഇംഗ്ലീഷും മലയാളവും എല്ലാം എടുക്കും. കൃഷ്ണൻ മൂസതാണ് ഭരണം. അദ്ദേഹം മികച്ച സയൻസ് അധ്യാപകനാണ്. പ്രസിഡൻസിയിൽ നിന്ന് ഇംഗ്ലീഷിൽ MA എടുത്ത ബലരാമൻ മൂസദ് ക്ലാസിക്കൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് ഷേക്സ്പിയറിൽ വിദഗ്ധനാണ്. മികച്ച അധ്യാപകൻ, പ്രസംഗകൻ, സുന്ദരൻ. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കൊല്ലത്ത് ഒരു കോളേജ് ഇംഗ്ലീഷ് പ്രൊഫസറായിരിക്കെ തമ്മിൽ കണ്ടു. പഴയ കാലത്തെ പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ട് കുറേ സംസാരിച്ചിരുന്നു. ഇതിൽ പ്രസംഗകൻ എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അത് വളരെ ശരിയാണ്. പ്രസംഗകൻ എന്നതാണ് കൂടുതലായിട്ട് പഴയ കാലത്ത് പ്രയോഗിച്ചിരുന്നത്. ഇപ്പോൾ പ്രാസംഗികൻ എന്നൊക്കെ പറയും, പക്ഷെ പ്രസംഗകൻ വളരെ ശരിയാണ്. ശമ്പളം കുറച്ചേയുള്ളൂ. ക്ലാസ് മുറിയുടെ പിന്നിലുള്ള ഒരു ചെറിയ മുറിയിൽ താമസം. ഭക്ഷണം എല്ലാവരും ഒരുമിച്ചാണ്. കത്തയക്കാൻ കാശില്ലാതെ ദുഃഖിച്ച് നാട്ടിൽ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ഞാൻ സമ്പന്നനാണ്. നാച്ചുറൽ സയൻസും മലയാളവും ഒക്കെ പഠിപ്പിച്ചു. ആരെങ്കിലും അധ്യാപകർ ഇല്ലാതെ വരുമ്പോൾ പകരം പോകാൻ ഞാൻ തയ്യാറായിരുന്നു. 7 മണിക്ക് കുട്ടികൾ വരാൻ തുടങ്ങും. അപ്പോഴേക്കും കുളിച്ച് അധ്യാപക വേഷത്തിൽ തയ്യാറായി നിൽക്കും. ഉച്ചവരെ ക്ലാസുകൾ. വൈകുന്നേരം മെട്രിക്കുലേഷൻ പ്രൈവറ്റായി എഴുതുന്ന മുതിർന്നവർക്കും ക്ലാസ്സുണ്ട്. അതിൽ മിലിറ്ററിയിൽ നിന്ന് ലീവ് എടുത്ത് വന്നവരും വളരെ മുതിർന്നവരുമുണ്ട്. മിക്കവരും എന്നേക്കാൾ മൂത്തവരായിരുന്നു. ശമ്പളക്കാരൻ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കല്ല മൂസദ് സഹോദരന്മാർ എന്നെ കണക്കാക്കിയത്. അവരുടെ കുടുംബാംഗം തന്നെയായിരുന്നു ഞാൻ. ചെറിയേട്ടൻ കുടുംബമായി താമസിക്കുന്നു അടുത്തൊരു വീട്ടിൽ. ക്ലാസ്സില്ലാത്ത സമയത്തും അദ്ദേഹം ഓഫീസിലാണ്. എഴുത്ത്, വായന. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രലേഖനങ്ങൾ പലതും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നുകൊണ്ടിരുന്നു. അദ്ദേഹം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായിരുന്നു. KK എളപ്പൻ, MP മന്മഥൻ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ KK എളപ്പനെ പറ്റി, MP മന്മഥനെ കുറിച്ച്. പിന്നെ M നാരായണക്കുറുപ്പ്. അങ്ങനെ പലരും അദ്ദേഹത്തെ കാണാൻ വരും. സ്ഥിരം അധ്യാപകരുടെ കൂട്ടത്തിലേക്ക് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഇക്കണോമിക്സിലും പൊളിറ്റിക്സിലും MA എടുത്ത PMA നമ്പൂതിരിപ്പാട് വന്നു. കോളേജ് റോഡിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളുണ്ട്. ഉച്ചഭക്ഷണത്തിന് മാത്രമേ അദ്ദേഹം പങ്കുചേരുകയുള്ളൂ. MSCയിലെ പഴയ അധ്യാപകരെ പറ്റി അദ്ദേഹം പല കഥകളും പറയും. പ്രിൻസിപ്പൽ ബോയ്ഡ് അദ്ദേഹത്തിൻ്റെ ദൈവം പോലെയാണ്. വൈകുന്നേരത്തെ നടത്തം, ചായക്കുടി, സിനിമ ഇതിലൊന്നും PMA പങ്കുചേരാറില്ല. ചെറുപ്പമാണെങ്കിലും വളരെ പ്രായം ചെന്ന ഒരാളുടെ പക്വതയോടെയാണ് പെരുമാറ്റം. നഗരജീവിതകാലത്തിൻ്റെ തുടർച്ചയായ വേഷം. പക്ഷെ നല്ല സുഹൃത്തായിരുന്നു. ഇപ്പോഴും ഇടയ്ക്ക് ചില കത്തുകൾ വരും. ബാലരാമൻ മൂസദും കൃഷ്ണൻ മൂസദും ഞാനും ആഴ്ചയിലൊരിക്കൽ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകും. മിക്കവാറും ഗൗഡറിലാണ്. പണ്ട് ഗൗഡറിൽ സിനിമയ്ക്ക് പോകാനായിട്ട് പഠിക്കുന്ന കാലത്ത് പൈസ ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ സിനിമയൊക്കെ ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ ട്യൂട്ടോറിയലിലായപ്പോൾ കുറച്ച് പൈസയൊക്കെ കിട്ടിത്തുടങ്ങി. ഗൗഡറിൽ തമിഴ് സിനിമകളാണ് പതിവ്. ബലരാമൻ മൂസദ് തങ്കവേലു എന്ന ഹാസ്യ നടൻ്റെ വലിയ ആരാധകനായിരുന്നു. ഫുൾ ടൈം അധ്യാപകർക്ക് പുറമെ പാർട്ട് ടൈമുകാരുമുണ്ട്. മറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവർ VK എഴുത്തച്ഛനെ ഓർമ്മിക്കുന്നു. അവർ വൈകുന്നേരങ്ങളിൽ ക്ലാസ് എടുക്കാൻ വരും. ശനി, ഞായർ തീയതികളിൽ ടൈം ടേബിളിൽ അവർക്കാണ് കൂടുതൽ ക്ലാസുകൾ. ധാരാളം കുട്ടികൾ, പല ഡിവിഷനുകൾ. ഒരു അംഗീകൃത കോളേജിലെ പോലെ അച്ചടക്കം. 2 പ്രമുഖരായ അധ്യാപകർ കൂടി അടുത്തു വന്നു ചേർന്നു. സഞ്ചാരി എന്ന തൂലികാനാമത്തിൽ ജയകേരളത്തിൽ പതിവായി എഴുതിയിരുന്ന വിദ്വാൻ KV ഈശ്വരവാര്യർ. അദ്ദേഹം കഥകളും എഴുതിയിരുന്നു. ഈശ്വരവാര്യർ എന്നുള്ളതിൻ്റെ 2 അക്ഷരങ്ങൾ എന്ന തൂലികാനാമത്തിൽ. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട അദ്ദേഹം കുറച്ചു വൈകിയാണ് വിവാഹം കഴിച്ചത്. അതിനുശേഷമാണ് MBEയിൽ പഠിപ്പിക്കാൻ വരുന്നത്. ആ കാലത്ത് കവിതയിലായിരുന്നു താല്പര്യം. നവവധുവിനോടുള്ള തീക്ഷ്ണമായ പ്രേമമാണ് പലതിലും അന്തർധാര. ഞങ്ങൾ ഒരേ മുറി പങ്കിട്ടു.
രാത്രിയിൽ ക്ലാസ് മുറിയിൽ ഡെസ്ക് അടുപ്പിച്ചിട്ട് അദ്ദേഹം കിടക്കും. ചിലപ്പോൾ വിളക്കിട്ട് എഴുതും. ആ കവിതകൾ എനിക്ക് വായിക്കാൻ തന്നു. ഈശ്വരവാര്യർ കൂടി ആയപ്പോൾ പാലക്കാട്ടെ പരിസര പ്രദേശങ്ങളിലെ സ്കൂൾ വാർഷികങ്ങൾക്ക് ഞങ്ങൾ ഒരു പതിവുകാരായി. ഒരു ടാക്സി വിളിച്ചാൽ ഈശ്വരവാര്യർ, ബാലരാമൻ മൂസത്ത്, പിന്നെ ഞാനും ചേർന്ന് 3 പേരെ കൊണ്ടുപോകാം. അന്ന് ഉദ്ഘാടനമില്ല. ഒരു അധ്യക്ഷനും 2 പ്രസംഗകരേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ബസ്സിലും പോകേണ്ടി വരും. അവസാന ബസ് മുടങ്ങിയത് കാരണം തച്ചമ്പാറയിൽ ഒരു മീറ്റിങ്ങിന് പോയ ഞങ്ങൾക്ക് സ്കൂളിൽ തന്നെ കിടക്കേണ്ടി വന്നു. ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ ഇടവഴിയിലൂടെ നടന്ന് ചിലപ്പോൾ മെയിൻ റോഡിൽ ബസ് കാത്തു നിൽക്കേണ്ടി വരും. എന്നാൽ പ്രസംഗയാത്രകൾ രസകരമായിരുന്നു. ഈശ്വരവാര്യർ പിന്നീട് കോഴിക്കോട്ട് ദേവഗിരി കോളേജിലെ ലെക്ചററായി. റിട്ടയർ ചെയ്ത ശേഷം ഇപ്പോൾ നാട്ടിൽ കഴിയുന്നു. ഇടയ്ക്ക് ഫോണിൽ വിളിക്കും, എഴുത്തു വരും. എത്ര ഓർമ്മകളാണല്ലേ, എത്ര പഴയ ഓർമ്മകളാണ് ഇങ്ങനെ ഓർത്തു വയ്ക്കുന്നത്. എങ്ങനെ ഓർത്തു വയ്ക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങളോട് ഞാൻ പറയാറില്ലേ, എല്ലാ ദിവസത്തെയും കാര്യം ഡയറിയിൽ എഴുതി വെക്കണം. അപ്പം നിങ്ങൾ കുറേ കാലം കഴിയുമ്പോൾ ഏത് ഓർമ്മയായാലും മറന്നു പോകും. പഴയ ഡയറികൾ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രസമായിരിക്കും വായിക്കാനായിട്ട്. നിങ്ങളിൽ എത്ര പേര് എഴുത്തുകാരായി തീരുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മളുടെ ഓർമ്മക്കുറിപ്പുകൾ എഴുത്തുകാരല്ലെങ്കിലും ആ ഓർമ്മക്കുറിപ്പുകളെല്ലാം ശേഖരിച്ച് ഒരുപോലെയാക്കി നല്ലതായി എഴുതാൻ, ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ, നിങ്ങൾക്കൊരു തിരക്കഥ എഴുതി നിങ്ങളുടെ തന്നെ ഒരു ഡോക്യുമെൻ്ററി പോലെയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമോ ഉണ്ടാക്കാൻ നിങ്ങളുടെ ഓർമ്മകൾക്ക് സാധിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഓർമ്മക്കുറിപ്പുകൾ എഴുതാൻ തയ്യാറായിക്കോളൂ കേട്ടോ. നിങ്ങളുടെ കുഞ്ഞു ഓർമ്മകൾ ഡയറിയിൽ എഴുതി വെച്ചാൽ മതി. കുഞ്ഞു കാര്യങ്ങൾ, നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓർമ്മക്കുറിപ്പുകൾ, എന്തായാലും അവനവൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വായിക്കാൻ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ ബസ്സിലും പോകേണ്ടി വരും. അവസാന ബസ് മുടങ്ങിയത് കാരണം തച്ചമ്പാറയിൽ ഒരു മീറ്റിങ്ങിന് പോയ ഞങ്ങൾ സ്കൂളിൽ തന്നെ കിടക്കേണ്ടി വന്നു. ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ ഇടവഴിയിലൂടെ നടന്ന് ചിലപ്പോൾ മെയിൻ റോഡിൽ ബസ് കാത്തു നിൽക്കേണ്ടി വരും. എന്നാൽ പ്രസംഗയാത്രകൾ രസകരമായിരുന്നു. ഈശ്വരവാര്യർ പിന്നീട് കോഴിക്കോട്ട് ദേവഗിരി കോളേജിലെ ലെക്ചററായി. റിട്ടയർ ചെയ്ത ശേഷം ഇപ്പോൾ നാട്ടിൽ കഴിയുന്നു. ഇടയ്ക്ക് ഫോണിൽ വിളിക്കും, എഴുത്തു വരും. 80 കഴിഞ്ഞവരുടെ കൂട്ടത്തിൽ ഏറ്റവും ആരോഗ്യവാൻ താനാണ് എന്ന് അവകാശപ്പെടുന്നു. വയോജനങ്ങൾക്കായുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ. കൊല്ലത്ത് വെച്ച് കണ്ട ശേഷം 97-ൽ ബലരാമൻ മൂസത്തിൻ്റെ ഒരു നീണ്ട കത്ത് വന്നു, മനോഹരമായ ഇംഗ്ലീഷിൽ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരമവാർത്ത വായിച്ചപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടറായി വിരമിച്ച ചെറിയേട്ടൻ കോഴിക്കോട് കൃഷ്ണ മൂസത്തിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ പോയി കണ്ടു. ആരോഗ്യം മോശമായിരുന്നു. എന്നാലും പ്രസാദ ആത്മകഥയ്ക്ക് ഒട്ടും മങ്ങലേറ്റിട്ടില്ല. ഒരു കാലഘട്ടത്തിലെ രക്ഷിതാവായിരുന്ന അദ്ദേഹവും ഇന്നില്ല. കൃഷ്ണമൂസത ഇപ്പോഴും ആരോഗ്യവാനായി സ്ഥാപനം നടത്തുന്നു. യോഗക്ഷേമ സഭ തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനങ്ങളുണ്ട്. വല്ലപ്പോഴും മാത്രമേ കാണാറുള്ളൂവെങ്കിലും ആ പഴയ കാലത്തെ സ്നേഹവും വാത്സല്യവും എല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കെടാതെ പ്രകാശിക്കുന്നു. പ്രായക്കുറവ് കണക്കാക്കാതെ ഒരു സമവയസ്കനോട് പെരുമാറുന്ന രീതിയായിരുന്നു ഈശ്വരവാര്യർക്ക്. ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നും അദ്ദേഹം നടക്കുന്നത് കാണുമ്പോൾ. പക്ഷേ അദ്ദേഹത്തിന് ഒരു 3-ാം കണ്ണുണ്ട്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ നിഗൂഢ പ്രേമങ്ങളൊക്കെ എത്ര അനായാസമായിട്ടാണ് അദ്ദേഹം കണ്ടെത്തുക. ഇനി നോക്കിക്കൊള്ളൂ, പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യമാവും. അന്ന് പാലക്കാട് പ്രശസ്തമായ മറ്റൊരു ട്യൂട്ടോറിയൽ കൂടിയുണ്ട്, സൂര്യ മാസ്റ്ററുടെ ടാഗോർ കോളേജ്. അവിടുത്തെ ഇംഗ്ലീഷും മാത്തമാറ്റിക്സും ക്ലാസ്സുകൾ പ്രസിദ്ധമാണ്. ചെറിയേട്ടൻ ചോദിച്ചു, MP ശിവദാസ മേനോനെ കേട്ടിട്ടില്ലേ? വളരെയേറെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അധ്യാപക ലോകത്തിലെ ഒരു ഇതിഹാസമാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരകൾക്ക് പ്രൊഫസറുടെ കഥകൾ പറഞ്ഞാൽ നിർത്താനാവില്ല. എൻ്റെ ജ്യേഷ്ഠൻ ബാലേട്ടൻ സാമൂതിരി കോളേജിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. മലബാറിലെ ശിക്കാർ എന്ന പരമ്പരയ്ക്ക് പുറമെ അദ്ദേഹം പല പ്രഹസനങ്ങളും എഴുതിയിട്ടുണ്ട്. കോളേജ് വാർഷികത്തിന് നാടകം കളിപ്പിക്കൽ അദ്ദേഹത്തിന് സ്ഥിരം പരിപാടിയായിരുന്നു. നാടകം എഴുത്തു മാത്രമല്ല, റിഹേഴ്സലും മേക്കപ്പും എല്ലാം അദ്ദേഹമാണത്രേ പതിവ്. അദ്ദേഹം ഇവിടെ വന്നാൽ എങ്ങനെയിരിക്കും? തനി സായിപ്പിൻ്റെ ചിട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ട്യൂഷൻ എടുക്കാൻ ഇവിടെ വരുമോ? അദ്ദേഹത്തിന് റിട്ടയർ ചെയ്തിരുന്നു, മടുത്തിരിക്കുന്നു. പഠിപ്പിക്കാൻ തയ്യാറാണ്. വലിയ ശമ്പളമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. വിരസതയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പഠിപ്പിക്കണം. കൃഷ്ണൻ മൂസത് പ്രൊഫസറെ കണ്ട് 2 വട്ടം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോൾ മനസ്സിലായി. അദ്ദേഹം വന്നു. ചെറിയ മുറിയിൽ അദ്ദേഹത്തിൻ്റെ പെട്ടികൾ ഒതുക്കി.
പരിമിതമായ സൗകര്യങ്ങൾ. വലിയ പദവിയിൽ കഴിഞ്ഞ അദ്ദേഹത്തിന് പരാതികളൊന്നുമില്ല. രാവിലെ 6 മണിയാവുമ്പോഴേക്ക് ഷേവും കുളിയും കഴിഞ്ഞ് ഫുൾ സ്ലീവ് ഷർട്ടും പാൻസും ഷൂസും ഒക്കെയായി അദ്ദേഹം തയ്യാറായിരിക്കും. ഭയപ്പാടോടു കൂടിയാണ് അദ്ദേഹവുമായി അടുത്തത്. ബാലേട്ടൻ്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓർമ്മിക്കുന്നു. അദ്ദേഹം ലേഖനങ്ങൾ പറഞ്ഞുകൊടുത്ത് എഴുതിയെടുക്കലാണ് പതിവ്. ചിലതൊക്കെ എഴുതാനുണ്ട്, സഹായിക്കേണ്ടി വരും. പോർഷൻ തീർന്ന ശേഷം ചിലത് ഡിക്റ്റേറ്റ് ചെയ്യാമെന്നും ഞാൻ എഴുതിയെടുക്കാമെന്നും സമ്മതിച്ചു. ആഴ്ചയിൽ 5 ദിവസമേ അദ്ദേഹം ക്ലാസ് എടുക്കൂ. 2 ദിവസം ഒഴിവാക്കി വെക്കണം. അത് തൃശ്ശൂരിൽ കഴിക്കാനാണ്. പാലക്കാട് മദ്യനിരോധനമാണ്. നിയമം ലംഘിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. തൃശ്ശൂരിൽ സുഹൃത്തിൻ്റെ അടുത്ത് പോകുന്നത് അല്പം മദ്യപിക്കാനാണെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യും. അദ്ദേഹത്തിന് മറ്റൊരു മുറി സംഘടിപ്പിക്കാൻ ചെറിയേട്ടനും കൃഷ്ണൻ മൂസദ്ദും അന്വേഷിച്ചിരുന്നു. മാസ്റ്റർ വെസ്റ്റേൺ ക്ലോസറ്റ് ഇല്ലെങ്കിൽ മാസ്റ്റർക്ക് വിഷമമാണ്. ഒഴിവു സമയത്തൊക്കെ അദ്ദേഹം വായിച്ചിരിക്കും. വാർഷികം നടത്തണം, കേമമായി നടത്തണമെന്ന് ചെറിയേട്ടൻ നിശ്ചയിച്ചു. മുഖ്യ അതിഥിയായി SK പൊറ്റക്കാട്ടിനെ ക്ഷണിക്കണം. SK പൊറ്റക്കാട്ടിനെ അറിയാലോ, നമ്മൾ കഴിഞ്ഞ വർഷം കഥ പഠിച്ചതാണ് അല്ലേ. പിന്നെ ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുണ്ട്. SK പൊറ്റക്കാട്ട് ആരാണ്? ഒരു ദേശത്തിൻ്റെ കഥ എഴുതിയ, അതുമാത്രമല്ല ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്. പിന്നെ എന്താണ്, അദ്ദേഹം സഞ്ചാര സാഹിത്യകാരനാണ്. ഒരു നാടകം നടത്തിക്കൂടെ? നാടകമോ കലാപരിപാടികളോ ഇല്ലാതെ എന്തു വാർഷിക ആഘോഷം? ശിവദാസ മേനോൻ മാസ്റ്റർ പ്രേരിപ്പിച്ചു. മെട്രിക്കുലേഷൻ പഠിക്കുന്ന ജോസഫിനും കഥാപ്രസംഗം നടത്താൻ അവസരം വേണം. നാടകത്തിൻ്റെ കാര്യം നിങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താ എന്ന് ശിവദാസ മേനോൻ മാസ്റ്റർ. നിങ്ങൾ എന്ന് വെച്ചാൽ ബലരാമൻ മൂസദ്, കൃഷ്ണ മൂസദ്, ഈശ്വര വാര്യർ. മുതിർന്ന വിദ്യാർത്ഥികളിൽ താല്പര്യക്കാരുണ്ട്. പെൺകുട്ടികൾ അഭിനയിക്കാറില്ല. വിക്ടോറിയ കോളേജിൽ അപ്പു മാസ്റ്ററാണ് നാടകം ഒരുക്കിയിരുന്നത്. അവിടെയും ആൺകുട്ടികൾ പെൺവേഷം കെട്ടലാണ് പതിവ്. അക്കാലത്ത് പെൺകുട്ടികൾ നാടകത്തിലൊന്നും അഭിനയിക്കില്ല. ആൺകുട്ടികൾ തന്നെയാണ് പെൺവേഷം കെട്ടാറ്. പെൺകുട്ടികൾ അതിനൊന്നും വീട്ടിൽ നിന്ന് പറഞ്ഞയക്കില്ല. ശിവദാസ മേനോൻ മാസ്റ്റർ നേതൃത്വമേൽക്കും. പക്ഷേ ഒരു പ്രഹസനം അരങ്ങേറുന്നതിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. പ്രഹസനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ നാടകമാണ് പ്രഹസനം. പലതും നോക്കി. കഥാപാത്രങ്ങൾ കൂടുതൽ വേണം. കോഴിക്കോട് നാടകോത്സവത്തിൽ സമ്മാനം നേടിയ KT മുഹമ്മദിൻ്റെ കറവറ്റ പശു ആയാൽ എന്താണ്? ഞാൻ ചോദിച്ചു. റിഹേഴ്സലിൻ്റെ സമയം അടുത്തപ്പോൾ ശിവദാസ മേനോൻ മാസ്റ്റർക്ക് അസുഖം വന്നു. വയറുവേദന, ഡയറിയ. അദ്ദേഹം ഏതാനും മാസങ്ങൾ നീണ്ടുനിന്ന ട്യൂട്ടോറിയൽ വാസം മതിയാക്കി കോഴിക്കോട്ടേക്ക് മടങ്ങിപ്പോകാൻ നിശ്ചയിച്ചു. ഞങ്ങൾ സ്നേഹപൂർവമായ വിഷാദത്തോടെ അദ്ദേഹത്തെ യാത്രയാക്കി. വീണ്ടും നാടകകാര്യം ചർച്ചയ്ക്ക് വന്നു. സംവിധാനം ഏറ്റെടുക്കാം, പക്ഷെ അതുപോരാ. നാടകത്തിൻ്റെ കോപ്പികൾ അപ്പോഴേക്ക് പ്രചരിച്ചു കഴിഞ്ഞിരുന്നു. കാഴ്ചയ്ക്ക് വളരെ മെലിഞ്ഞ ഞാൻ ക്ഷയരോഗിയായ പുരുഷുമായി അഭിനയിക്കണം. സംവിധാനം പറ്റും, അഭിനയിക്കാൻ വിഷമമാണ് എന്ന് MTക്ക്. അഭിനയത്തെപ്പറ്റി ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അപ്പു മാസ്റ്ററുടെ സഹായിയായി കർട്ടന് പിറകിൽ ചില പ്രോംപ്റ്റിംഗ് ഒക്കെ നടത്താറുണ്ട്. പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കർട്ടൻ്റെ പുറകിലോ അല്ലെങ്കിൽ താഴെ മൈക്കൊക്കെ വയ്ക്കുന്ന ഒരു കുഴി പോലെയുള്ള ഭാഗമുണ്ട്. അവിടെ ഇരുന്നിട്ട് നാടകത്തിൻ്റെ ഡയലോഗ് ഇങ്ങനെ പുറമേ ഉള്ളവർക്ക് കേൾക്കാതെ സ്റ്റേജിൽ കേൾക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും. അതാണ് പ്രോംപ്റ്റിംഗ്. പ്രോംപ്റ്റിങ്ങിനൊക്കെ നിൽക്കാറുണ്ട്. റിഹേഴ്സലിൽ പങ്കെടുക്കാറുണ്ട്. കോളേജിൽ അന്ന് ചില താരങ്ങളുണ്ടായിരുന്നു. KK പൊതുവാൾ, പ്രഭാകരൻ, പിൽക്കാലത്ത് ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമൊക്കെയായ ഡോക്ടർ ബാലകൃഷ്ണൻ. സ്ത്രീവേഷത്തിൽ പേരുകേട്ടതായി വേറെ ചിലരുണ്ട്. ഞങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സിലെ കുമാറിനെ സ്ത്രീവേഷമാക്കാം. പക്ഷെ ക്ഷയരോഗി ഞാൻ തന്നെ എന്ന് ഭൂരിപക്ഷവും നിശ്ചയിച്ചിരിക്കുന്നു. മെലിഞ്ഞിട്ടാണല്ലോ, അത് കാരണം MTക്ക് ക്ഷയരോഗിയുടെ കഥാപാത്രമാണ് കൊടുത്തത്. ഒഴിവാക്കാൻ നിവൃത്തിയില്ല. സംവിധാന ചുമതല ബാലരാമ മൂസദ് കൂടി പങ്കിടും. അഭിനയത്തിന് പുറമെയാണത്. കൃഷ്ണ മൂസദിന് എപ്പോഴും തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഒരു പരിഭ്രമവുമില്ല. ഈശ്വര വാര്യർക്ക് ജീവിതത്തിൽ എന്തെല്ലാം വേഷം കെട്ടിയിരിക്കുന്നു, ഇതൊന്നും അത്ര കാര്യമല്ല എന്ന നിസ്സാര ഭാവമാണ്. അങ്ങനെ നാടകം കളിക്കാൻ അവർ തയ്യാറാവുകയാണ്. അദ്ദേഹം തുന്നൽക്കാരനായിരുന്നിട്ടുണ്ട്. ചുമലിൽ ടേപ്പിട്ട് തുന്നൽ മെഷീനിൽ അടിക്കുന്ന ബനിയനിട്ട ചിത്രമാണ് അക്കാലത്ത് ജയകേരളത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നത്. റിഹേഴ്സൽ തുടങ്ങും മുമ്പേ ഭയം തുടങ്ങി. വരികൾ മനഃപ്പാഠമാക്കാൻ എളുപ്പമാണ്, പക്ഷേ പോസുകൾ, ചലനങ്ങൾ
ഞാൻ കാരണം എല്ലാം അവതാളത്തിലാവുമല്ലോ എന്ന്. വരികളൊക്കെ മനഃപ്പാടമാക്കാം, പക്ഷെ പോസ്, ചലനം ഇതൊക്കെ ഒരു അഭിനേതാവിൻ്റെ പോലെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് എം ടിക്ക് സംശയമായിരുന്നു. പരിസരത്തിൽ ചുറ്റിത്തിറിയാനുള്ള ഒരു പയ്യനുണ്ട്, ചിന്നൻ. ഇടയ്ക്ക് 2 സിഗരറ്റ് വാങ്ങിക്കൊണ്ട് വരുന്നത് അവനാണ്. 8-9 വയസ്സ് വരും. ഓഫീസിൽ പ്യൂണായി അകത്തേത്തറക്കാരൻ ഒരു മേനോനുണ്ട്. ഭക്ഷണം കൊണ്ടുവരാനും മറ്റും തങ്കപ്പൻ. എൻ്റെ സിഗരറ്റ് വാങ്ങുന്ന പണിക്ക് ചിന്നനെ സ്വകാര്യത്തിൽ ചട്ടം കെട്ടിയിരുന്നു. പാക്കറ്റ് ഒന്നിച്ചു വാങ്ങുന്നതാണ് ലാഭം എന്ന് അവൻ ഓർമ്മിപ്പിക്കും. 2 എണ്ണം മതി, ബർക്കിലി. ചിന്നൻ ഒരിക്കൽ ചോദിച്ചു, മാഷ് നാടകത്തിൽ കളിക്കുന്നുണ്ടോ? അപ്പോൾ ചായയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, സിഗരറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടിരുന്ന ചിന്നൻ ചോദിച്ചു, മാഷ് നാടകത്തിൽ കളിക്കുന്നുണ്ടോ? അപ്പോൾ അടുത്ത പെട്ടിപ്പീടികയിലും കുട്ടികൾക്കിടയിലുമൊക്കെ നാടകം വാർത്തയായി കഴിഞ്ഞിരുന്നു. എൻ്റെ കളി കണ്ടിട്ടില്ലല്ലോ മാഷ്. എൻ്റെ കളി കണ്ടിട്ടുണ്ടോ മാഷ്? എന്തു കളി? നാളെ കാണിച്ചു തരാം, നാളെ വൈകുന്നേരം. അവനൊരു പരസ്യ സംഘത്തിൽ അംഗമായിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പോലെ പരസ്യം ടി വിയിൽ പേപ്പറിൽ ഒന്നല്ലാതെ എന്തെങ്കിലും പരസ്യം ഉണ്ടെങ്കിൽ ഒരു നാടക സംഘം, ചെറിയ കുട്ടികളും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അവർ ലൈവായിട്ട് പരസ്യം ചെയ്യിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ അവനൊരു പരസ്യ സംഘത്തിൽ അംഗമായിരിക്കുന്നു. ഗിൽറ്റ് കടലാസ് കൊണ്ട് കൂമ്പൻ തൊപ്പി വെച്ച് കുട്ടികളുടെ ഒരു സംഘം പരസ്യ പലകകളുമായി ഒരു തെരുവിലൂടെ നീങ്ങും. കുട്ടികളുടെ സംഘമാണ്. അപ്പോൾ ഗിൽറ്റ് പേപ്പറുകളിലൊക്കെ ഇതൊക്കെ കൂമ്പൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് അവരൊരു പ്രത്യേക വേഷത്തിൽ തെരുവിലൂടെ വരും. അപ്പോൾ പരസ്യമാണ്. ഗോപാല, നേതാവ് വിളിക്കുന്നു. ഓയ് ഓയ് എങ്ക് പോറേൻ, കുട്ടികൾ എല്ലാവരും കൂടി കടയ്ക്ക് പോറേൻ, എണ്ണ വാങ്ങ, പൊടി വാങ്ങ, എണ്ണ പൊടി. കോറസ്, പട്ടണം പൊടി. അപ്പോൾ പട്ടണം പൊടിയുടെ പൊടി എന്താ? മൂക്കുപൊടി അല്ലേ? മൂക്കിൽ വലിക്കുന്ന പൊടിയുടെ പരസ്യമാണ് അത്. അപ്പോൾ ഗോപാല എങ്ക പോറേൻ, അപ്പോൾ കടയ്ക്ക് പോറേൻ. എവിടെയെന്ന് എന്ത് വാങ്ങിക്കാനാണ്? പൊടി വാങ്ങാൻ. എണ്ണ പൊടി, പട്ടണം പൊടി. പരസ്യമായി അല്ലേ? ഇവർ തെരുവ് മുഴുവൻ നടന്ന് ഈ കൂമ്പൻ തൊപ്പിയൊക്കെ ഇങ്ങനെ വിളിച്ച് പറയും. അപ്പോൾ അത് പരസ്യമാവും. ഇന്നത്തെ ടി വിയുടെ പരസ്യത്തെക്കാളും ഒക്കെ നല്ലതാണല്ലോ അല്ലേ? പട്ടണപ്പൊടിയുടെ സ്ഥാനത്ത് 6 നമ്പർ പീടിയാവും. പല ബ്രാൻഡുകൾക്കും ഈ പ്രചരണ രീതിയുണ്ട് പാലക്കാട്. അങ്ങാടികളും ആൾത്തിരക്കുമില്ലെങ്കിലും ചിന്നൻ്റെ നിർബന്ധം കൊണ്ടാവണം ആ സംഘം ട്യൂട്ടോറിയലിൻ്റെ ഗേറ്റ് വരെ വിളിച്ചു വന്ന് മടങ്ങിപ്പോയി. വെംടിനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ട്യൂട്ടോറിയലിൻ്റെ ഗേറ്റ് വരെ വന്ന് അവർ ആ കളി കാണിച്ചിട്ട് പോയി. പിൻവശത്ത് വരാന്തയിലിരുന്നാൽ വേലിക്കപ്പുറം പുളിമരങ്ങൾക്കിടയിൽ ചെറിയ 4-5 വീടുകൾ കാണാം. അതിലൊന്നിലാണ് ചിന്നൻ. കൃത്യം ഏതെന്നറിയില്ല. ആ വീടുകളിൽ ഒന്നിലെ 10-15 വയസ്സ് വരുന്ന ഒരു പെൺകുട്ടി ആ ഭാഗത്ത് ചുറ്റി നടക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഈ ട്യൂട്ടോറിയലിലെ മാഷന്മാരൊക്കെ ഒന്ന് ഇടയ്ക്ക് കാണാനും അവർ എന്നെ കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ ഒരു എക്സിബിഷനിസം, ഒരു പെൺകുട്ടി അവിടെ ഇങ്ങനെ 10-15 വയസ്സുള്ള കുട്ടി ചുറ്റി നടക്കുന്നത് കണ്ടിരുന്നു. പുറംവരാന്തയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൾ ശ്രദ്ധ ആകർഷിക്കാൻ, ഈ പെൺകുട്ടി കേട്ടോ, ഒച്ച വെച്ച് ആരോടോ സംസാരിക്കുന്നത് കേൾക്കാം. ഇടയ്ക്ക് ഒരു പകുതി ചിരിച്ചിരിച്ച് എന്നെ നോക്കുകയും ചെയ്യും. SK പൊറ്റക്കാട്ടിന് ഉച്ചയ്ക്ക് തന്നെ ഒലവക്കോട് സ്റ്റേഷനിൽ സ്വീകരിക്കാൻ കൃഷ്ണൻ മൂസത്ത് ടാക്സി വിളിച്ചു പോയി. കൂടെ പോകണമെന്നുണ്ടായിരുന്നു. വൈകുന്നേരത്തെ ഉത്തരവാദിത്വങ്ങൾ പലതുമുണ്ട്. SKയോടൊപ്പം അധിക സമയം കഴിയാൻ പറ്റിയില്ല. വിഷമം തോന്നി. നല്ല സാഹിത്യകാരനല്ലേ, ഒന്ന് കൂടെ ഇരിക്കാൻ. പുറമെ നിന്ന് ഒരു മേക്കപ്പുകാരനെ കൊണ്ടുവന്നിരുന്നു. അയാൾ അത്ര വിദഗ്ധനൊന്നുമല്ല. എല്ലാവരും അന്യോന്യം സഹായിച്ച് മേക്കപ്പ് നടത്തി. ശിവദാസ മേനോൻ മാസ്റ്റർ ഇല്ലല്ലോ. നാടകം കാണാൻ പൊറ്റക്കാട്ടും ഉണ്ട് സദസ്സിൽ. ചെറിയേട്ടൻ്റെ അടുത്തിട്ട കസേരയിൽ വലിയൊരു സദസ്സാണ്. റിഹേഴ്സലിൽ ഇല്ലാത്ത ഒരു വളിച്ച ഫലിതം പറഞ്ഞു കഥാപ്രസംഗക്കാരൻ ജോസഫ്. ചെറിയേട്ടൻ്റെ മുഖം ചുളിയുന്നത് കണ്ടു. റിഹേഴ്സലിൽ ഇല്ലാത്ത ഒരു പൊട്ട തമാശ അതിൻ്റെ ഇടയിൽ കയറി പറയാണ്. അതിപ്പോൾ നാടകം കളിക്കുന്നതിന് മുന്നേ അതൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ചെറിയേട്ടൻ്റെ മുഖം ചുളിഞ്ഞത് എന്താണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? നിവൃത്തിയില്ലല്ലോ, അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ക്ഷയരോഗിയായ പുരുഷു കുരച്ചുകൊണ്ടും കിതച്ചുകൊണ്ടും സംഭാഷണങ്ങൾ തെറ്റാതെ പറഞ്ഞു. ആരാണ് ക്ഷയരോഗിയായ പുരുഷു? അത് MT. മറ്റുള്ളവരൊക്കെ നന്നായിരുന്നു എന്ന് തോന്നി. കുമാരൻ്റെ സുശീല പ്രത്യേകിച്ചും. ചെറിയേട്ടൻ കുമാരനാണ് അപ്പം സുശീലയായിട്ട് അഭിനയിച്ചത്. ചെറിയേട്ടൻ്റെ ഭാര്യ രാജലക്ഷ്മി ടീച്ചറുടെ മികച്ച സാരികളിലെ ആണ് സുശീല പ്രത്യക്ഷപ്പെട്ടത്. ആരൊക്കെ എന്തൊക്കെ വേഷം അഭിനയിച്ചു എന്നിപ്പോൾ കൃത്യമായി ഓർക്കുന്നില്ല. നാടകം കഴിഞ്ഞപ്പോൾ നന്നായെന്ന് ചിലരൊക്കെ പറഞ്ഞു. KTയുടെ കേന്ദ്ര കഥാപാത്രമായ പുരുഷനോട് ഞാൻ നീതി ചെയ്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ അത്ര നന്നായൊന്നും അഭിനയിച്ചില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു MTക്ക്.
മേലിൽ മറ്റെന്തു പണിയും ചെയ്യാം. നാടകാഭിനയമില്ല. സ്വയം പ്രതിജ്ഞ ചെയ്തു. SK രാത്രി വണ്ടിക്ക് മടങ്ങി. യാത്ര പറയാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാടകം നന്നായി. അതിഥികൾ അങ്ങനെയേ പറയൂ എന്ന് എനിക്കറിയാമായിരുന്നു. പിറ്റേന്ന് ക്ലാസ്സില്ല, ഒഴിവു ദിവസമാണ്. പുറംകൊലയിലെ വരാന്തയിൽ തനിച്ചിരിക്കെ അയൽവക്കത്തെ പുളിമരക്കൂട്ടത്തിൽ ചുവന്ന ബ്ലൗസുകാരി ചെറിയൊരു കുട്ടിയെ ഒച്ച വെച്ച് സംസാരിച്ച് നടക്കുന്നുണ്ട്. അപ്പം MTയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുട്ടീനെ ഒക്കത്ത് ഒച്ച വെച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ശ്രദ്ധ വരുമല്ലോ. അവൾ ഇടയ്ക്ക് എൻ്റെ നേരെ നോക്കുന്നുമുണ്ട്. ചിന്നൻ എവിടെ? 2 സിഗരറ്റിന് കാശ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിന്നൻ വന്നു, കാശ് കൊടുത്തു. അപ്പോൾ ചിന്നനെ അന്വേഷിച്ചു. ചിന്നൻ്റെ വഴി സിഗരറ്റിന് വാങ്ങാനായിട്ട് പോകാം. പക്ഷേ ഞങ്ങൾ വേലിയുടെ അടുത്ത് വന്ന് കള്ളി മുഴുവൻ കണ്ടു. അറ്റൻഡർ മേനോൻ എന്തോ കാര്യത്തിന് അപ്പോൾ അവിടേക്ക് വന്നു. എടാ ചെക്ക, നീ എന്താ ഇവിടെ വട്ടത്തിൽ തിരിയണ്? പോ. മേനോൻ പോയപ്പോൾ വേലിക്കപ്പുറത്ത് നിന്ന് പെൺകുട്ടി ചിന്നനെ കൈകാട്ടി വിളിച്ചു. അവർ തമ്മിൽ എന്തോ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടു കുറേ നേരം. 2 സിഗരറ്റ് വാങ്ങി ചിന്നൻ പുളിമരങ്ങൾക്കിടയിലൂടെ കക്കൂസിൻ്റെ അടുത്ത് വേലി പൊളിഞ്ഞെടുക്കുന്ന വിടവിലൂടെ വന്നത് കുറേ കഴിഞ്ഞാണ്. സിഗരറ്റിൻ്റെ കൂടെ അവനൊരു ചുരുട്ടിയ കടലാസും തന്നു. ആദ്യം സിഗരറ്റ് കത്തിച്ചു, പിന്നെ ചുരുട്ടിയ കടലാസ് നിവർത്തി നോക്കി. നോട്ട് ബുക്കിൽ നിന്നും ചീന്തിയ ഒരേടിൽ കടലാസ് പെൻസിൽ കൊണ്ട് വലിയ വലിയ അക്ഷരത്തിൽ ചില വരികൾ. നിങ്ങൾ നാടകം കളിച്ചത് കണ്ടു. പെൺകുട്ടി എഴുതി കൊടുത്തതാണ് അല്ലേ? നിങ്ങൾ നാടകം കളിച്ചത് കണ്ടു. നിങ്ങൾക്ക് ശരിക്കും സൂക്കേടുണ്ടോ? നിങ്ങൾ ശരിക്കും ക്ഷയരോഗിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സക്സസ് ആണ് അല്ലേ? നാടകം നന്നായി അഭിനയിച്ചു. ക്ഷയരോഗിയായിട്ടായിരുന്ന റോള് ക്ഷയരോഗിയായിട്ട് ശരിക്കും അഭിനയിച്ചു. അതോ കളിയിൽ വെറുതെ കാട്ടിയതാണോ? ശരിക്കും സൂക്കേടുണ്ടോ? ക്ഷയരോഗിയാണോ എന്നാണ് ചോദിച്ചത്. തീർന്നു സന്ദേശം. സംബോധനയില്ല, എഴുതിയ ആളുടെ പേരില്ല, അഭിനന്ദനമില്ല. സഹതാപം തോന്നി, എഴുതിപ്പോയതാവും. അപ്പോൾ അഭിനന്ദനം തന്നെയാണ് അല്ലേ? അത്രയ്ക്ക് നന്നായി അഭിനയിച്ചു എന്നുള്ളതിൻ്റെ ഒരു അഭിനന്ദനം തന്നെയാണത്. ചിന്നൻ അപ്രത്യക്ഷനായിരിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ചിന്നൻ കൂടുതലായി പരസ്യ സംഘത്തിൽ നടക്കാൻ തുടങ്ങിയത് കൊണ്ടാവണം ആ വഴി വരാതായി. വേലിക്കപ്പുറത്ത് പ്രത്യക്ഷപ്പെടാറുള്ള പെൺകുട്ടിയെയും കാണാതായി. ക്ലാസ്സുകൾ കഴിഞ്ഞെങ്കിലും ഞാൻ നാട്ടിൽ പോകാതെ ഗൈഡുകളുടെ പണിയിലേർപ്പെട്ടു. ഗൈഡുകൾ എഴുതാനായിട്ട്. അപ്പോഴും പൈസ കിട്ടൂല്ലേ കുട്ടികൾക്ക് പഠിക്കാൻ സഹായിയായിട്ട്. പിൽക്കാലത്ത് നഗരത്തിലേക്ക് കടക്കുമ്പോഴൊക്കെ പഴയ MP നിന്ന സ്ഥലത്തേക്ക് നോക്കും. മറുഭാഗത്ത് ഇപ്പോഴും പുളിമരങ്ങളുണ്ടോ? അവിടുത്തെ വീടുകളിലൊന്നിലെ പെൺകുട്ടി അമ്മയും അമ്മൂമ്മയും ആയി. ഏതിടത്തായിരിക്കും ആ 15 വയസ്സുള്ള പെൺകുട്ടി? ഇപ്പോൾ എവിടെയായിരിക്കും? അമ്മയായിരിക്കാം, അമ്മൂമ്മയായിട്ടുണ്ടാവാം. അവളുടെ പേരെന്തെന്ന് ചിന്നനോട് ചോദിക്കാൻ കൂടി അന്ന് ധൈര്യം തോന്നിയില്ല. പെൺകുട്ടികളോടൊക്കെ അന്ന് സംസാരിക്കാൻ വളരെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം. പേടിയാണ് എല്ലാവരും. ആൺകുട്ടിക്ക് പെൺകുട്ടികളോട് സംസാരിക്കാനോ പെൺകുട്ടിക്ക് ആൺകുട്ടികളോട് സംസാരിക്കാനോ ഒക്കെ. എന്നാലും അതിലിടയ്ക്ക് നമ്മളുടെ രമണനും ചന്ദ്രികയൊക്കെ പോലെ ഒരു പ്രണയമൊക്കെ നടക്കാറുണ്ട്. പക്ഷെ അവളുടെ പേര് പോലും ചോദിക്കാൻ MTക്ക് അന്ന് സാധിച്ചിട്ടില്ല. പഴയ ഓർമ്മക്കുറിപ്പുകളിൽ ചിലത് സൂക്ഷിക്കുന്ന നഗരം ഇപ്പോഴും ചെന്ന് കയറുമ്പോൾ എന്നെ തിരിച്ചറിയുന്നു. അവളുടെ പേരെന്തെന്ന് ചിന്നനോട് ചോദിക്കാൻ കൂടി അന്ന് ധൈര്യം തോന്നിയില്ലല്ലോ എന്ന് വളരെ പിന്നീടാണ് ഞാൻ ഓർത്തത്. പഴയ ചാബല്യങ്ങളെ പുറത്തിരിക്കുന്നു എന്ന നേർത്ത ചിരിയോടെ നഗരം എന്നെ ഇന്ന് സ്വീകരിക്കുന്നു. ഇത് 2004 ഇത് എഴുതിയത്. അപ്പോൾ നാടകാന്തം ഇത്ര വരെയാണ്. എല്ലാവരും നന്നായി വായിക്കുക. ഇതിൻ്റെ കുറിപ്പ് എഴുതി വയ്ക്കുക. കുറിപ്പ് നല്ല സ്പീഡിൽ തന്നെ എഴുതുക. നിങ്ങളുടെ എഴുത്ത് വളരെ വേഗമാവട്ടെ. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.